ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടൊക്കെ തന്നെയാണ് എഴുന്നേറ്റേക്കുന്നത്. കാരണം ഇന്നലെ കിടന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ ഇന്നലെ ന്യൂ ഇയറിൻ്റെ ഒരു 12 മണി ആയപ്പോഴേക്കും കേക്കൊക്കെ കട്ട് ചെയ്തു കിടന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊരു തണുപ്പാണല്ലേ. ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര ചൂടും. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആലിമിനെ അംഗനവാടിയിലാക്കിയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ വന്ന വഴിക്ക് കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചാളയും പിന്നെ പ്രാഞ്ഞിലും ആണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. കുറേ നാളായി മീൻ വാങ്ങിച്ചിട്ട്. മിക്കപ്പോഴും ഇവിടെ ബീഫും ചിക്കനാണ് വാങ്ങിക്കാറ്. ആഹിൽ ക്ലാസ്സിൽ പോണ സമയമാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഫിഷ് മാക്സിമം കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. കട്ട് ചെയ്താലും നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വേഗം ആ മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കറിയും വെക്കണം, മീൻ വറുക്കാനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് അപ്പോൾ അതാ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചോറിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്. റേഷൻ അരി ആണെങ്കിലും നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചോറിനായിട്ട് ചെറിയൊരു കലം വെച്ചിട്ടുണ്ട്. കുഞ്ഞി കലത്തിലാണ് വെക്കുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ. രാത്രി പലഹാരമാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ഗ്ലാസ്സിലാണ് കേട്ടോ അളവെടുത്ത് വെക്കുന്നത്. എങ്കിൽ പോലും അത് മിക്കപ്പോഴും ബാക്കിയാവാറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മീൻ കറി വെക്കാം കേട്ടോ. മീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ചാളയാണ് കറി വെക്കാൻ പോകുന്നത്. കുഞ്ഞ് ചാളയാണ് കേട്ടോ. 2 ചാളയുണ്ടായിരുന്നു, കുഞ്ഞതും വലുതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ആ ചട്ടി ചൂടാൻ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ മീൻ തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിലും അല്ലാണ്ട് മുളക് ചാറായിട്ട് വെക്കുകയാണെങ്കിലും ഈ ഒരു ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. കുറേ നാളായി തേങ്ങ അരച്ച മീൻ കറി വെച്ചിട്ട്. അപ്പോൾ തേങ്ങയിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. ഞാനിവിടെ വളരെ കുറച്ച് മാത്രം ചാറാണ് കേട്ടോ എടുക്കുന്നത്. ചാള 1/2 കിലോയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എന്നിവിടെ കറി വെച്ചാലും ബാക്കിയാവാറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഫ്രൈ ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ കുറേ നാളായി മീൻ കറി കൂട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും തേങ്ങ അരച്ച് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അത്രമാത്രം കുഞ്ഞ് ചട്ടിയാണ് കേട്ടോ. അത് അത്രമാത്രം കറിയേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ഒരു കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ടില്ലായിരുന്നു, നന്നായിട്ട് കഴുകിയിട്ട് അവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തിളയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നമുക്കപ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം. കുഞ്ഞ് പൊടി പോലത്തെ മീനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചാറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയായി കളയുന്നതിൽ നല്ലത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മീൻ അവിടെ ഇരുന്ന് ആവുമ്പോഴത്തേനും നമുക്ക് മറ്റ് പ്രാഞ്ഞിൽ മസാല പുരട്ടാം. അപ്പോൾ മസാലയിൽ ഞാൻ അഡീഷണലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫിഷ് മസാല, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയിലാണ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് എല്ലാത്തിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കഴിക്കുന്നതിന് തൊട്ടുമ്പോൾ മാത്രമാണ് ഇതെടുത്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ഈ സ്ലാബൊക്കെ ഒന്ന് തുടക്കാനുണ്ട്. അപ്പോൾ മീൻ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പൊടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കുക്കിംഗ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ വാഷൊന്നും ചെയ്തില്ല കേട്ടോ. നാളെയും അവധിയാണല്ലോ. അപ്പോൾ നാളെ അലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ആലിമിന് അംഗനവാടി ആണെങ്കിലും 1-ാം തീയതി അവധിയൊന്നുമില്ല. ആഹിൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്കുള്ളത് മീൻ വറുത്തത്, മീൻ കറി, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ
പിണ്ടി കറി വെച്ചത്. ഇത് രണ്ടും അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ തരാറുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 മണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര മടിയാണ് വരാനായിട്ട്. 1-ാം തീയതി ആണല്ലോ, സ്കൂളില്ലല്ലോ, ഞങ്ങൾക്ക് അവധി തന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ആയേക്കാണ്. CBSE എല്ലാവർക്കും എക്സാം അടുത്ത വീക്കിൽ തുടങ്ങും. അപ്പം നമ്മൾ കിട്ടുന്ന ആ ഒരു സമയം കളയണ്ടല്ലോ. അപ്പം ഞാൻ അവരോട് 1.5 മണിക്കൂർ എടുക്കുകയുള്ളൂ, 4 മണി തുടങ്ങി 5:30 ഞാൻ വിട്ടേക്കാം, എന്നിട്ട് കളിക്കാൻ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ചായ കുടിക്കാം കേട്ടോ. 3:45 ആയിട്ടുണ്ട്. 4 മണിക്ക് കുട്ടികൾ വരുമല്ലോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.